എന്ത് എല്ലാരും ആയിക്കൂടി തന്നെ വരുന്നേ. ഓടല്ലേ ഫാദി. ഫാദി നിക്ക്. രസം തന്നെയാണല്ലേ. ഇനി എവിടുക്ക പോണ ഫാദി? മാരിബേ വേഗം പോയാലോ, തിരിച്ചു പോയാലോ? ഏത് ഞാൻ നമ്മളെ കുന്നത്തെ വേണ്ടി. ഏത് ഏത് കുളത്തില്? ആ പീക്കുളം. നമുക്ക് ഗ്രൗണ്ടിൽ പോയി കളി ഉണ്ട്. എന്നാലോ തിരുവാട് സ്കൂൾ കൊണ്ട് പോണോ? അതി നോക്കി നടക്കടാ. പണ്ട് അതൊക്കെ തീക്കൂട്ടിയ സ്കൂൾക്ക് പോയിന്. ഇയൊക്കെ എങ്ങനെ സ്കൂളിൽ പോവല്? ആ ഇതൊക്കെ ബസ്സിലല്ലേ പോവാ. നല്ല രസം. അതി കൂടി സ്കൂളിൽ പോയാ. ഇവിടെ നിന്നൊക്കെ മീൻ പിടിച്ചിട്ടൊക്കെ പോവാ വരിക. അതൊക്കെ ആകെ വെള്ളേക്കാരം. ചൂണ്ടലൊന്നും ഇടണ്ട, പൊട്ടാ മീൻ പിടിക്കാന്. കൊട കൊണ്ട് കിട്ടും. ബാഗിൽ മുണ്ട വെച്ച് അതില് കിട്ടും. എന്നിട്ട് വെള്ളക്കുപ്പിൽ ഇങ്ങനെ ഇട്ട് കൊണ്ടുവരാം മീനിനെ. ഇതിലൊന്നും വെള്ളല്ല. ഇതിന്ന് അതൊക്കെ നീന്തൊക്കെ പഠിച്ചേ. വെള്ളം പറ്റിയ അവിടെയാണ് ഞങ്ങള് ചാടിയത്. ആ കാണുന്നത് അതാ നേരെ ഇത് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. അതല്ല ആ കാണുന്നത്. അതെന്താ അറിയോ? മൊല്ലാക്കാന്റെ കിണറ്. അത് നല്ല ആയ നിന്ന് അതില് ചാടിയിട്ട് എങ്ങനെ കേറാ? അതിന് വെള്ളം അതില് മോള് വരെ ഉണ്ടാവേ. ആ തിണ്ടിന്റെ നേരെ അടി വരെ വെള്ളം ഉണ്ടാവില്ലേ? അപ്പൊ അതിന്ന് പൊത്തി പിടിച്ച് കയറിക്കൂടെ? കുറച്ച് വെള്ളം ഉണ്ടാകുമ്പോ അതിലാരും ചാടൂല. വെള്ളം ഒലിച്ചാലല്ലേ ചാടാൻ പറ്റുള്ളൂ. കുറച്ച് വെള്ളം വെള്ളം കുറച്ചാണ് ചാടിയ വൃത്തികേടാവും. വെള്ളം അങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കണം. അല്ലല്ല അതിലാ തിണ്ട് കാണുന്നതാ. അതിന്റെ അടി വരെ ഉണ്ടാവും നടക്കുന്നത്. അപ്പോ ഇതൊക്കെ ഈ ഞണ്ടുകളൊക്കെ ഉണ്ടാവണോട്ടെ. അതിലൊക്കെ ഞണ്ടുണ്ട്. ഞണ്ട് ഈ വേനലായാലേ അതിൽ കടന്നുറങ്ങും. ഹൈബർനേറ്റ് ചെയ്യും. കൈയിട്ടാ ഇറുക്കല് കിട്ടും ഞണ്ടിന്റെ. ഇറുക്ക് പറഞ്ഞാല് അതിന്റെ ആ ഈ ഞണ്ടിന്റെ കാലിന്റെ മുന്നിൽ കണ്ടുക്കണോ? അതിന്റെ കൈ പോലത്തെ രണ്ട് സാധനം. ആ കത്രിക പോലത്തെ. അതുകൊണ്ട് ഒരൊറ്റ ഇറുക്കും ഞണ്ട്. ആ കിണറ്റിൽ കൊറേ മുയ്ക്കളുണ്ടായിരുന്നു. ആ ചാടിക്കോ. അങ്ങനെ ചാടിയാ വീഴും. അങ്ങനെ ചാടിയാ വീഴും. എന്തിനായിക്ക് ഇറങ്ങണേ? അതില് പണ്ട് പാമ്പൊക്കെ ഉണ്ടായിരുന്നു. വേനലാകുമ്പോ മൂർക്കം പാമ്പൊക്കെ ഉണ്ടാവും. മഴക്കാലമായ നീർക്കോലി ചേരയൊക്കെ ഉണ്ടാവും. കൂടി തിരിച്ചു പോവാം നമുക്ക്. അങ്ങനെ നീക്കോ. നമ്മള് അസറിന്റെ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തും. അത് അസർ കണ്ടില്ല അവിടെ നേരെ അവിടേക്ക് എത്തും. ഞങ്ങള് അസർ സ്കൂളത്തെ മാഷാണ് വരുന്നത്. അതാ സലാം മാഷ വരുന്നത് സ്കൂളത്തെയാണ്. ഞങ്ങളെ അസർ സ്കൂളിലുണ്ടായിരുന്ന മാഷ. നോക്കാം. ഈ അറിയോ? ഈ മാഷ അറിയോ? അസ്സലാമു അലൈക്കും. ഞാൻ ബനിയും കൊണ്ടേ വൈകുന്നേരം ബനിയും കൊണ്ടുവന്നിട്ട് ഇറങ്ങിയാണ് വരെ. ഒലിന്ന് വന്നതാ. ആദ്യം അമ്പിളി മാമ നോക്കാം. അതാ അവിടെ. അല്ല ഇത് നോക്കാം. അമ്പിളി മാമന്റെ വലിപ്പം നോക്കി. വലിയതാണ്. നീ ഫുൾ മൂൺ പോലത്തെ. അത് വലിയൊരു വായക്കൊല ഉണ്ടാവോ? അതിന്റെ ഏറെ വലിപ്പുണ്ട് അല്ലേ? അത് നോക്കി നാവൂറിടണ്ട. ആൾക്കാരെ നോക്കി നാവൂറിന്റെ കണ്ണിട്ടായിരിക്കും. എന്താ ഇട്ടറിയോ? ചട്ടിമോര വെള്ള പുള്ളി ഇങ്ങനെ ഇതാക്കിട്ടേ അതിന്റെ അടുത്ത് വെക്കും. ഇത് ടിഷ്യൂ വായ എന്ന് പറയാം. നമ്മളെ വീട്ടിലുണ്ടായില്ലേ? കുഞ്ഞിക്ക കൊടുന്നില്ല അങ്ങനത്തെ വായാണ്.
വലിയ വാഴക്കണ്. ഇതിലൊക്കെ അതിപ്പോ എന്തിനാ റീ ഗേറ്റ് ഇട്ടിക്കണേ? കുട്ടികൾ ചാടാതിരിക്കാം. ഉണ്ടോ? അല്ലല്ല, അത് തവള. വള്ളത്തിലിട്ട് കാലുണ്ടോ അവിടെ? ഇതില് മീനില്ല. തവളാച്ചി എന്തിനാ കേറണത്? തവളാച്ചി വെള്ളത്തിൽ നിന്നാ പോരെ. അതിക്ക് പ്രാണികൾ ഇതൊക്കെ ചാടുമ്പോ അതിനെ തിന്നിട്ട് ഇനിയിപ്പോ കേറണമെങ്കിൽ തന്നെ ഇനി വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോ കയറിക്കൂടെ? മഴക്കാലം വെള്ളം ഒലിക്കൂലേ? ഒക്കെ 2 ചെക്കന്മാര് വരുന്നു. അങ്ങോട്ട് ഉന്തിട്ട കഴിയൂല. ഒലിക്കാക്ക് നീന്തൊക്കെ അറിയാം. പാതിക്ക് അറിയില്ലല്ലോ ഇപ്പോഴും നീന്താന്. അതിന് ഉന്തിടാനും കഴിയൂലല്ലോ. ഇവിടെ ഗ്രില്ലില്ലേ. പൊരിഞ്ഞ് നടക്ക. നേരം വൈകി. ഇനി പോരെ. അജൂസേ എവിടുന്ന് വരുന്നു? കളി കഴിഞ്ഞ് വരികയല്ലേ? ഓലുണ്ടോ? ഓല അസർ സ്കൂളിൽ നിന്ന് കളി കഴിഞ്ഞ് വരിക. അപ്പം ആദ്യം നേരെ നോക്കി നടക്ക്. പാടത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നാലേ കൊയിഞ്ഞാടും. അവിടെ നിൽക്ക്. ഇവിടെ കന്നാ തീ കത്തി പോയതാ. ഫുള്ള് സ്ഥലം തീ കത്തിയിട്ടേ ആ മൂലൊക്കെ നേരെ കത്തിച്ച. അതൊക്കെ ഓട്ടോ മത്സരം നടത്താനൊന്നും വയ്യടാ. എനിക്ക് വലിയ കുട്ടിയില്ല. ഇതൊക്കെ എൻ്റെ കുപ്പായത്തിലൊരു പുളിയറുമ്പ്. എന്തിനാ കൈ മണത്തോക്കണം? അതൊക്കെ കൈ അങ്ങനെ മണത്തോക്കൊന്നുമില്ല. ഇനി വീട്ടിൽ ചെന്ന് കൈ കഴുകിയിട്ടല്ലേ ഇതൊക്കെ. അതൊക്കെ കളിക്കാനൊന്നും ഇപ്പൊ ഒരു മൂടില്ല. നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ കളിക്ക. നടക്കിനി വെള്ളം ഉണ്ടാകുമ്പോ തവളാച്ചി, തവള എന്ന് പറയാ. തവളാച്ചി അല്ല, തവള. മുയ്യ്, കണ്ണന്, പരല്, കോട്ടി, ഞണ്ടുകള്, നീർക്കോലി, മണ്ടലി, ചേര. ചേര പാമ്പല്ല, ചേര. ചേര വിഷമില്ലാത്ത പാമ്പാ. ഇതിപ്പോ എന്താ? ഇതിനുള്ളില് കുറുക്കന്മാരൊക്കെ ഉണ്ടാവും. രാത്രി പട്ടികളൊക്കെ ഉണ്ടാവും. രാവിലെ ഒന്നും ഇതിവിടെ ഞാൻ ഒറ്റ കിടക്കാൻ പാടില്ല. എൻ്റെ വയറത്തെ കുട്ടികള്. ഏയ് പട്ടിക്കും പൂച്ചക്കും എന്ത് മുള്ള? ഇത് മുള്ളല്ലോ, ഇത് കുറ്റിച്ചെടിയല്ലേ. കുറുക്കന്മാർക്കൊന്നും പ്രശ്നമല്ല. ഫാദിനെ ഉള്ളിൽ കയറിയൊക്കെ ഒന്നും കുത്തൊന്നുമില്ല. ഒന്നും കുത്തൂല. നീ പോലെ തിരിച്ചല്ലേ വീട്ടിക്ക്? എന്താ ഇവിടെ അങ്ങനെ നിൽക്കണു? ഇത് ബിൻഷാദില്ലേ, ഓല അവിടുത്തെ ആളാ. അസ്സലാമു അലൈക്കും. ഞങ്ങൾ വെറുതെ ഇറങ്ങിയത്. പോയി വെക്കുന്ന നമ്മൾ തിരിച്ചു കേട്ടോ. നീ പോവല്ലേ? എവിടെ റിഷാദിന് എന്തിനാ? എന്നാ നീ പോവാട്ടാ. ഇവിടെയൊക്കെ പാക വീടായി. നോക്കാം, ഫുള്ള് വീട്. ഇവിടെ ഒരു മതിലുത്തി. ഈ സ്ഥലമൊക്കെ പണ്ട മുളങ്കാടൊക്കെ കൊറേ ചെടിയും പൊന്തയും കാട് മരുന്ന സ്ഥലങ്ങളായിരുന്നു. ഇപ്പൊ ഇവിടെ ആകെ വീടൊക്കെ ആയി. വീട് മരവും ചെടിയൊക്കെ വെട്ടും, എന്നിട്ട് വീടുണ്ടാക്കും. സിമെന്റ് വാങ്ങിക്കൊണ്ടിരണം. നമ്മളെ വീടുണ്ടാക്കാൻ നമ്മൾ സിമെന്റ് വാങ്ങിക്കൊണ്ടേ. നമ്മളെ വീടുണ്ടാക്കാൻ നമ്മള് സിമെന്റ് വാങ്ങിക്കൊണ്ടേ. പിന്നെ ആരെ സിമെന്റ് ഇടുന്ന? ആര്? അതിന് ജമാലക്ക് നിങ്ങൾ പൈസ കൊടുക്കും സിമെന്റിനെ. അതുപോലെ സിമെന്റിന് പൈസ കൊടുത്ത പടി ആൾക്കാർ കൊണ്ടുവരും. പൈസ കൊടുക്കണേ നമ്മളെ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവരും. പൈസ ഉണ്ട് എന്തും കിട്ടും ഇവിടെ. കുറച്ച് പൈസ കൊടുത്താലും കൂടുതൽ പൈസ കൊടുത്താലും പൈസ വേണ്ടേ? അത് ഇപ്പൊ എടുത്തോലും കുറച്ചൊക്കെ തന്നെ ആയിക്കോളൂ. അത് ഷീജത്താത്താന്റെ വീടാ. വേണ്ട, അത് വീടല്ലേ. ഇവിടെ റോഡ് എന്താ ഇവിടെ അറിയാ? ഇല്ല. എന്ത് പെരുന്തണ്ണൂർ? അപ്പൊ 4 വരിപ്പാത പോലെ ആയിട്ടുണ്ടല്ലേ. എങ്ങനെ 2 വണ്ടിക്ക് ഒരേ സമയം പോകാൻ പറ്റും അവിടെ?
അപ്പൊ എന്നാ ഇനി തിരക്കൊക്കെ കൊയ്യല്ലോ. ഗെയിന്റെ അപ്പുറം പിന്നെ എന്താ ജൂബിലി ഇത് വെച്ചു, റൗണ്ട് ബോട്ടിന് വെച്ചു. അത് ഞാൻ കണ്ടാവും. ഇപ്പൊ ഞാൻ വെച്ചിട്ടില്ല, ചാക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ. അവിടെ ടാറില്ല. പിന്നെ സെന്ററില് ഡിവൈഡർ ഒക്കെ ഇതൊക്കെ ഇപ്പൊ എങ്ങനെ അലിൻ്റെതാ ഫണ്ട്? 4 കോടി കണ്ടോ MLA ഫണ്ടോ എന്തോ വന്നിക്കണോ? നമ്മളെ നാടും പുരോഗമിക്കുന്നുണ്ട്. എന്താ ഫാദി കണ്ണുക്ക് തെരക്കൂലേ? വീഡിയോ നനക്കിയപ്പോ എന്തേ വാങ്ങിക്കൊടുന്നേ? എന്തേ വാങ്ങിക്കൊടുന്നേ? എന്ത് ഐസ്ക്രീം? അത് പോരെ? 15 ഉറുപ്പ്യ 2 ഐസ്ക്രീമിന്. ആ ഫാദിക്ക് പിന്നെ വാങ്ങണ്ടേ? ചുയിങ്കം വാങ്ങി. ഇനി എന്തായാലും ഇപ്പൊ ഒന്നും വാങ്ങണ്ട. അപ്പൊ നമ്മള് വീട്ടിൽ അതൊക്കെ പൈസ ഇല്ല കയ്യില്. പൈസ ഇല്ല കയ്യില്. ഇല്ല നടക്കുന്നുണ്ട്, പൈസ ഉണ്ട്. ഇപ്പൊ നമ്മള് വാങ്ങണ്ട, പിന്നെ വാങ്ങാം കേട്ടോ. കുട്ടികള് കളിക്കണോക്കെ കളിയൊക്കെ കഴിഞ്ഞിരിക്കും. ഇനി പോവാ, വീട്ടിൽ പോവാ. റിഷാദിനെ ഒന്നുമില്ല. റിഷാദിനെ എന്തിനാ വിളിക്ക? എന്താടാ പന്ത് പോയോ? ആരെ അടിച്ചു? പോര്. എന്താ നെറ്റിന് അവിടെ ഓരോന്നും പിടിച്ച് നടന്നിട്ടേ. സൈക്കിൾ നമുക്ക് ശരിയാക്കണം കേട്ടോ. അതിന് എനക്ക് വെക്കേഷൻ ഇല്ലല്ലോ, തിങ്കളാഴ്ച ക്ലാസ് അല്ലേ. ഇവർക്ക് എന്താ 2 മാസം ഒന്നും വെക്കേഷൻ ഇല്ലേ? തിങ്കളാഴ്ച എന്തിനാ ഞങ്ങൾ പോണേ? ആദ്യ മദ്രസിലെ എന്നിട്ട് ഈ പഠിക്കലുണ്ടോ? എനിക്കിപ്പോ അറബിയൊക്കെ വായിക്കാറിയോ? ഈ സ്കൂളൊന്നും പണ്ടില്ലല്ലോ ഫാദിയെ. എന്തിന് എന്നാ പോയത്? ആ കല്ലൂര് കാട്ടണു മൊബൈല് കഴിഞ്ഞാട്. ആദ്യം ഇറങ്ങിക്കോ, പോവാ. പോവാ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഞാൻ കൂടി ഉതിർന്നുണ്ട്, ഇറങ്ങിക്കോ. എന്നിട്ട് പോവാ, ഓടിക്കയറ്. അത് വേണ്ട കേട്ടോ. അങ്ങനെ യൂട്യൂബ് കണ്ടാരേ മുഖം കുത്തി വെക്കും. ഒരു വെറുതെ വേണ്ടാത്തിനെ കണ്ടോ. അഞ്ഞു പോവാ മതി, പതി വീഴും. വികൃതിന്റെ കാര്യത്തിൽ വളരെ ഉഷാറാ. നീ എങ്ങനെ കയറാ? ഒന്നുമില്ല, നീ വേഗം ഇറങ്ങ്. പോര്, വേഗം പോര്, സമയല്ല. ആ ഇറങ്ങ്. അങ്ങനെ ഇറങ്ങിയാ മതി കേട്ടോ ഫാദി. ഓൻ പറയണേ കേക്കണ്ട കേട്ടോ. ഇവിടെ എത്തിയ മുഖം കുത്തി വീഴും, പറഞ്ഞുതരാ. ലുലു പടം പിടിച്ചാൽ നിൽക്കും. ഈ താഴെ ഒരു മണലൊന്നുമില്ല. വേണ്ട കേട്ടോ, ലുലുക്കാണ് പലതും പറയും. അതൊന്നുമില്ല. ഈ പോന്ന ഈ മതി, ഈ പോവാ, വീട്ടിൽ പോവാ. സമയം നോക്ക്, കോയിനെ കൂട്ടിലാക്കല്ലാണ് ഫാദി. ഇങ്ങനെ വിടുവാ, ഞാൻ കാണിച്ചറാ. ഫാദി ഇനി മതി, നല്ല കുട്ടിയല്ലേ, എത്ര നേരം പോകുന്നില്ല അതൊക്കെ. ലൂലിക്കാന്റെ ഫോൺ വന്നോ? ഹലോ, താത്തനോ കല്യാണ പേരിക്കാണ് ഈ പുളിമന്നൊക്കെ എത്രങ്ങാനും പുളി എടുത്തുകൊണ്ടല്ലേ. ലൂലിക്ക പോവാണ്, പോര് പാതി.
ആട്ടില്ല, ഇനി ഇറങ്ങ്. വേണ്ടട്ടോ, അതിന് തലമിന്നും. തലമിന്ന കഴിഞ്ഞപ്പോ അതാ ഫാദി പിടിച്ചിരുന്നട്ടാ, പിടിച്ചിരുന്നോ? ഇട്ട് കോട്ടാ.